പുതുപ്പള്ളി തെക്ക് ശ്രീശൈലം ഭക്തജന സമിതി ബാലജന സഖ്യത്തിന്റെയും ശിവശൈലം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും നേതൃത്വത്തിലുള്ള ഗണേശോത്സവത്തോടനുബന്ധിച്ച് വിഗ്രഹ നിമജ്ജനം, ഘോഷയാത്ര, ഗജമേള എന്നിവ നടത്തി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കായംകുളം പുതുപ്പള്ളി കോട്ടയ്ക്കകത്ത് ജംഗ്ഷൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ശ്രീശൈലം ഭക്തജന സമിതി ബാലജന സഖ്യത്തിന്റെയും ശിവശൈലം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഗണേശോത്സവം സമാപിച്ചു. ഗണേശോത്സവത്തിന്റെ ഭാഗമായി വിഗ്രഹ ജലനിമജ്ജന, ഘോഷയാത്ര, ഗജമേള എന്നിവ നടന്നു. പ്രഭാതപേരി, നടതുറക്കൽ, നിർമാല്യ ദർശനം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എന്നിവയ്ക്ക് ശേഷം ഗജമേളയ്ക്ക് എത്തിയ ഗജവീരന്മാരെ പുതുപ്പള്ളി വടക്കേ ആഞ്ഞിലിമുട്ടിൽ നിന്നും ഭഗവത് സന്നിധിയിലേക്ക് സ്വീകരിക്കുന്ന ചടങ്ങ് നടന്നു. തുടർന്ന് ഉണ്ണിയപ്പ നിവേദ്യ പൂജ നടന്നു. ഇതിനുശേഷം വിഗ്രഹ ഘോഷയാത്രയ്ക്കായി വിഗ്രഹം ഇളക്കി മാറ്റുന്ന ചടങ്ങായിരുന്നു നടന്നത്. തുടർന്ന് ആനയൂട്ട് നടന്നു. എരിശ്ശേരിൽ ശ്രീ ഭുവനേശ്വരി ശ്രീ ഭദ്രാ ഭഗവതി ക്ഷേത്ര സന്നിധി, ഇടമരുത്തുശ്ശേരിൽ ശിവക്ഷേത്ര സന്നിധി എന്നിവിടങ്ങളിലായാണ് ആനയൂട്ട് നടന്നത്. ഇതിനുശേഷം അന്നദാനം നടന്നു. അന്നദാനത്തിനെ തുടർന്നാണ് വിഗ്രഹ ജല നിമജ്ജന, ഘോഷയാത്രയും ഗജമേളയും നടന്നത്. മഹിഷിയെ കൊല്ലാനായി പിറന്ന ബാല മഹിയുടെ വാദ്യശ്രേഷ്ഠ കുലപതി കലാമണ്ഡലം ദേവനാരായണനും സംഘവും കാഴ്ചവെച്ച ദൃശ്യവിസ്മയമായി പഞ്ചാരിമേളം നടന്നു. തുടർന്ന് വിഗ്രഹം, ഗജവീരന്മാർ എന്നിവയുടെ അകമ്പടിയോടുകൂടി പുതുപ്പള്ളി വടക്ക് കോട്ടയ്ക്കകത്ത് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് വടക്കോട്ട് പുളിയാണിക്കൽ മുക്ക്, അമ്പലപ്പാട്ട് മുക്ക്, വടക്കേ ആഞ്ഞിലിമൂട്, കുന്നയ്യത്ത് മുക്ക്, കൊച്ചുവീട്ടിൽ മുക്ക് എന്നിവിടങ്ങൾ വഴി പഞ്ചാരമുക്കിൽ ഘോഷയാത്ര എത്തിച്ചേർന്നു. ഇതിനുശേഷം കൂട്ടുംവാതുക്കൽ കടവ് പാലം വഴി കടന്ന കൂട്ടുംവാതുക്കൽ കടവിൽ ജലാശയത്തിൽ വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്തു. ചടങ്ങുകൾക്ക് ഭാരവാഹികളായ ജയകുമാർ RK, ജയൻ S കുറശ്ശേരിൽ, ബാബു T പുത്തൻപുരയിൽ, സുബ്രഹ്മണ്യം, അജയകുമാർ, അനു പ്രസാദ്, ശ്രീകുട്ടൻ എന്നിവർ നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.